ക്രിസ്തുവേശുവിൻ്റെ തുല്യനാമത്തിൽ എല്ലാവർക്കും വന്ദനം. വീണ്ടും G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിക്കാം. ഞങ്ങൾ ഈ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകൾ തിരുവചനാടിസ്ഥാനത്തിലുണ്ട് എങ്കിൽ അത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയോ ബോധ്യം വരുത്തുകയോ ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ 9728783651. വാട്സാപ്പിൽ എൻ്റെ നമ്പരുണ്ട്. ഒരിക്കൽ കൂടെ പറയാം, 9728783651. ദൈവത്തിന് സ്തോത്രം. ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന് 19 വയസ്സുവരെ പെന്തക്കോസ്തിനും അവരുടെ ഉപദേശത്തിനും പാസ്റ്റർമാർക്കും വിപരീതമായി ജീവിച്ച് അവർക്ക് ദോഷം ചെയ്യാകുന്നത് മുഴുവൻ പറഞ്ഞ് അവരെ ദേഹോപദ്രവം വരെ ഏൽപ്പിക്കുവാൻ മുന്നിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഒരു രാത്രിയിൽ 9:30 മണിക്ക് ഒരു കോട്ടേജ് മീറ്റിങ്ങിൽ അവരുടെ നടുവിൽ മണ്ണ് വാരിയിടുവാൻ, അവരുടെ മീറ്റിങ്ങിനെ അലങ്കോലപ്പെടുത്തുവാൻ പോയ ഞാൻ അന്നത്തെ വചന ശുശ്രൂഷ ഒരു എരുത്തിലിൻ്റെ പുറകിൽ മറഞ്ഞു നിന്ന് കേട്ട് അറിയാതെ മുട്ടുകുത്തി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിനെ സ്വീകരിച്ച വ്യക്തിയാണ്. കഴിഞ്ഞ 50 ദീർഘവർഷങ്ങളായി ഈ പ്രവൃത്തിയിൽ ഞാൻ തുടർന്നു വരുന്നു, ശുശ്രൂഷയിൽ. ദൈവത്തിന് സ്തോത്രം. വിസ്മയവും ഭയങ്കരവുമായുള്ളത് യിരെമ്യാവിൻ്റെ കാലത്ത് നടന്ന ദോഷത്തെക്കുറിച്ചും പിന്നീട് നടക്കുവാനിരിക്കുന്ന ദോഷത്തെക്കുറിച്ചും പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു. പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ പാസ്റ്റർമാരും എന്ന് പറഞ്ഞാൽ ജനത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന ശുശ്രൂഷ പാസ്റ്റർമാർക്ക്. തിരുവചനത്തിൽ 2 വിധ ശുശ്രൂഷകൾ. ഒന്ന് പ്രവചനം, അത് ദൈവത്തിൻ്റെ പ്രതിനിധികളായി ജനത്തോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, പുരോഹിതന്മാരാകട്ടെ ജനത്തിൻ്റെ പ്രതിനിധികളായി ദൈവത്തോട് പറയുന്നു, ദൈവമേ, ഈ വ്യക്തിക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രവാചകന്മാരുടെ നാവ് ദൈവത്തിൻ്റെയും പുരോഹിതന്മാരുടെ നാവ് ജനത്തിൻ്റെയും. പുരോഹിതന്മാർ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജനത്തേക്ക് നോക്കുമ്പോൾ, പുരോഹിതന്മാരാകട്ടെ ജനത്തിൻ്റെ പ്രതിനിധിയായി ഉയരത്തിലേക്ക് നോക്കുന്നു. ഇവിടെ പ്രവാചകൻ പറയുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധി ആകുന്നു എന്ന് സ്വയാഭിമാനം കൊള്ളുന്ന പ്രവാചകനും ജനത്തിൻ്റെ പ്രതിനിധികളാകുന്നു എന്ന് സ്വയാഭിമാനം കൊള്ളുന്ന പുരോഹിതന്മാരും അഥവാ പാസ്റ്റർമാരും ഇടയന്മാരും അവരോട് ഒരു കയ്യായി നിന്ന് അധികാരം നടത്തുന്നു. അവർ രണ്ടും ഒരുപോലെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. എന്തിനായി 2 കൂട്ടർ? 2 പേരുടെ വായ്മൊഴിയാൽ കാര്യം ഉറപ്പാക്കേണ്ടതിന്. എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു. കള്ളപ്രവാചകന്മാരെ വിളിച്ചുകൊണ്ടുവന്ന പാസ്റ്ററെ, മുക്തകണ്ഠം പ്രശംസിക്കുന്ന വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒടുക്കം അഥവാ ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യശിക്ഷയ്ക്കായും എഴുന്നേറ്റ് വരും. കേട്ടോ, മറന്നുപോകരുത്. യിരെമ്യാ പ്രവചനം 5-30-31 വാക്യങ്ങൾ. യഹോവ എവിടെയെന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചാൽ ഇതിന് നടുവിലുള്ള പുരോഹിതന്മാർ എനിക്കെന്നാ വേണമെന്ന് ചിന്തിച്ച് കണ്ണടച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. ഇതിന് നടുവിൽ സാക്ഷാൽ പുരോഹിതന്മാർ ചെയ്യേണ്ടത് യഹോവ എവിടെയെന്ന് അന്വേഷിക്കണം. ന്യായപ്രമാണജ്ഞന്മാർ ദൈവത്തെ അറിയണം, എന്നാൽ അവരോ അറിഞ്ഞില്ല. ഇടയന്മാർ ദൈവത്തോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പ്രയോജനം ഇല്ലാത്തവയോട് ചേർന്ന് നടന്നു. അതുകൊണ്ട് ഞാൻ ഇനിയും നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ പറയുകയാണ്. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമം ലഭിച്ചിരിക്കുന്ന ആത്മീയ പ്രവാചകൻ അവരുടെ നടുവിൽ നടന്ന അനാത്മീയ പ്രവചനങ്ങളെയും ശുശ്രൂഷകളെയും കണ്ടുകൊണ്ട് ദുഃഖത്തോടുകൂടെ പറയുകയാണ്. അദ്ദേഹം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചു, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം, ആത്മീയമായി നിഹിതന്മാരായി തീർന്നവരുടെ നിമിത്തം ഞാൻ കരയേണ്ടതിന് എൻ്റെ തലയെ വെള്ളവും എൻ്റെ കണ്ണിനെ കണ്ണുനീരുറവയുമാക്കി മാറ്റിയിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന. ക്രോധം കൊണ്ടല്ല, ആത്മീയ ദുഃഖം കൊണ്ടാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് വ്യവഹരിക്കും, നിങ്ങളുടെ മക്കളുടെ മക്കളോടും ഞാൻ വ്യവഹരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പണ്ടൊരിക്കൽ കേരളത്തിലെ പ്രവാചകന്മാരുടെ ഗണത്തിൽ പച്ചിലയും കത്രികയും പോലെ പ്രവചിക്കുന്ന ഒരു പ്രവാചകനെ ഷാർജയിലെ ദൈവമക്കൾ ശോധന ചെയ്യാതെ വിളിച്ചുകൊണ്ടുവന്നു. വിമാനത്തിൽ നിന്നിറങ്ങി ഒരു ദിവസം വിശ്രമിച്ചു. അടുത്ത ദിവസം അന്നത്തെ കാലത്ത് ഞാനീ പറയുന്നൊരു 30 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. ജനങ്ങൾ
നാലുപാടും ഓടിക്കൊണ്ട് നടക്കുന്ന കാലം ദൈവവചനം കേൾപ്പാൻ, അപ്പത്തിനായുള്ള വിശപ്പല്ല വെള്ളത്തിനായുള്ള ദാഹമുള്ള യഹോവയുടെ വചനത്തെ കേൾപ്പാനുള്ള ദാഹം. അന്നുണ്ടായിരുന്ന ആത്മീയ സന്തോഷത്തിൻ്റെയും ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും 100% ഭാഗം ഇന്നത്തെ ആ പ്രദേശങ്ങളിലുള്ള ആത്മീയ കോളത്തിൽ ഇല്ല എന്നുള്ളത് സത്യമായി പറയട്ടെ. കാരണം അന്ന് ദൈവവചന ശുശ്രൂഷകളും ദൈവസഭകളുടെ കൂടിവരവുകളും അവർ നിരോധിച്ചിരുന്നു. അന്നാണ് അവർ ഓടി നടന്നത്. ഇന്ന് നിയമം അടിസ്ഥാനത്തിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യമുള്ളിടത്ത് ലംഘനം ഒരു ലംഘനമല്ല. ഏതായാലും ഈ പ്രവാചകൻ വന്നു താമസിക്കുന്ന വീട്ടിൽ വൈകിട്ട് 5 മണിക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ കൊണ്ടുപോകാനായിട്ട്, ആനയിച്ച് കൊണ്ടുപോകാനായിട്ട് ഒരു പറ്റം ആളുകൾ ആ മുറിയിൽ ഇടിച്ചു കയറി നിൽക്കുന്നു. പ്രവാചകനൊരു പൂജാ വിഷയമായി മാറി. പെട്ടെന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മനിറവിൽ പ്രാർത്ഥിച്ചിറങ്ങുവാൻ പോകുകയാണ്. പറഞ്ഞു, അപ്പനെ വിളിച്ചു മാറ്റി നിർത്തി. അവരുടെ വീട്ടിൽ വെച്ചാണ്. പപ്പ സൂക്ഷിക്കണം, ഇയാൾ ദൈവവചനാടിസ്ഥാനത്തിലുള്ളൊരു പ്രവാചകനല്ല എന്ന് എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ഇവിടെയാണല്ലോ കഴിഞ്ഞ ദിവസം താമസിച്ചത്. എൻ്റെ ഹൃദയത്തിൽ അന്നേരം തൊട്ട് തിരൽ തള്ളുകയാണ്. ഉടനെ അപ്പൻ പറഞ്ഞു, മിണ്ടരുത്, ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം, അതുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. പ്രാർത്ഥന അവസാനിപ്പിച്ചിറങ്ങുമ്പോൾ പുറകിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞാ, സൂക്ഷിക്കണം, ഇദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയില്ല, ഞാൻ ഇന്നത്തെ മീറ്റിങ്ങിന് വരുന്നില്ല. എന്താ, നീ മീറ്റിങ്ങിന് വരുന്നില്ലെന്നോ? ഇല്ല ചാ, ഞാൻ വരുന്നില്ല. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ പുസ്തകം തുറന്നു നോക്കിയാൽ മനസ്സിലാകും. മൂന്നാമതൊരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇദ്ദേഹം രഹസ്യമായി മാറ്റി നിർത്തിയ പാസ്റ്ററോട്, പാസ്റ്ററെ, ഇദ്ദേഹം ഒരു സാക്ഷാൽ പ്രവാചകനല്ല, ദയവ് ചെയ്ത് ബുദ്ധിപൂർവമായി 2 കൈകളിലും ഒന്ന് തടകി നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞു. കൈകളിൽ തടകി നോക്കിയപ്പോൾ വലത്തെ കൈയിൽ ഷർട്ടിൻ്റെ അകത്ത് ഏലസ് കെട്ടിയിട്ടുണ്ട്. പുസ്തകം തുറന്ന് നോക്കിയപ്പോൾ ഓരോ ഭാഗത്തും മയിൽപീലികൾ വെച്ചിട്ടുണ്ട്. വിഷയം ബാക്കിയൊന്നും പറയുന്നില്ല. മീറ്റിങ്ങിനും പോയില്ല, കൊണ്ടുപോയുമില്ല. ആ മീറ്റിംഗ് അവിടെ നിർത്തി. അന്ന് രാത്രി അവിടെ വിശ്രമിപ്പിച്ചിട്ട് അടുത്ത ദിവസം വിമാനം കയറ്റി നാട്ടിലേക്ക് സഭയുടെ ചെലവിൽ അയക്കുകയും അദ്ദേഹം പുനലൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് പോയി താമസിച്ച് മരിക്കുന്നിടം വരെ അവിടെ ദൈവശുശ്രൂഷ ചെയ്തുവെന്നും കേൾക്കുന്നു. ഞാൻ അവരെ അയച്ചിട്ടില്ല. നോക്കണേ, ഇவ்வித കള്ളപ്രവചനത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ലക്ഷ്യം എന്താകുന്നു എന്നൂടെ തിരുവചനത്തിൽ യഹോവയുടെ അരുളപ്പാട് കേൾക്കുക. അവർ ഒക്കെയും ആബാലവൃന്ദം, ദ്രവ്യാഗ്രഹികൾ ആകുന്നു. ഇന്നത്തെ ചില പ്ലാറ്റ്ഫോമുകളിലൊക്കെ 10, 8, 12 വയസ്സുള്ള പിള്ളേർ കയറി ആടിപ്പാടി നടന്നു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ, തൊട്ടു മുൻപിൽ 85 വയസ്സുള്ള അപ്പച്ചൻ ഇരിക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന 12 വയസ്സുള്ള ചെറുക്കൻ ഓടി വന്ന അപ്പച്ചൻ്റെ നരച്ച മുടിയുള്ള തലയിൽ കൈവച്ച്, മകനെ, നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. എന്തു പറയാനാണ് ഇവൻ്റെയൊക്കെ അഹങ്കാരം? സ്ത്രീകൾ പ്ലാറ്റ്ഫോമിൽ കറങ്ങി നടന്നിട്ട് അധികാരങ്ങൾ നടത്തുന്നു. സ്ത്രീകൾ സഭയിൽ മിണ്ടാതെ ഇരിപ്പാനല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? അവർക്ക് ശുശ്രൂഷകളുണ്ട്, ശുശ്രൂഷകൾ ചെയ്യട്ടെ. പുരുഷന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ ഞാൻ അനുവദിക്കുന്നില്ല. ഇതിന് വിപരീതമായി നടത്തപ്പെടുന്ന ഒരു ശുശ്രൂഷകളും അതിനുപോൽബലമായി നിൽക്കുന്ന ഒരു ശുശ്രൂഷകനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളവർ അല്ല. അവരൊക്കെയും ആബാലവൃന്ദം, ദ്രവ്യാഗ്രഹികൾ ആകുന്നു. തിമോഥെയോസിന് 6-ാമത്തെയും 10-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് വേണം ഈ ഭാഗത്തിൽ അവിടെ പൂർത്തീകരിക്കപ്പെടേണ്ടത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. ഇത് ഹേതുവായി പലരും ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരാകുന്നു. പ്രവാചകന്മാരും പുരോഹിതന്മാരും, പാസ്റ്റേഴ്സ്, ഇടയന്മാർ ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് അവർ പറഞ്ഞ് എൻ്റെ ജനത്തിന് അവരുടെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനാ വീരന്മാരുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ കാണുകയും കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോകും. ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്രൗപദിക്ക് വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥനാ വിഷയമാണ്. കേരള ഗവർണറായിരിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാനസാന്തരപ്പെടട്ടെ. മാനസാന്തരപ്പെട്ട് മുൻപോട്ട് വന്നാൽ നന്നാ. മോദിക്കും അമിത്ഷായ്ക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ 5 മിനിറ്റ് ചെലവഴിക്കാം. എത്രയോ മറ്റു വിഷയങ്ങൾ കിടക്കുന്നു. എത്രയോ നിങ്ങളുടെ തൊട്ട അയലത്തുകാർ, നിങ്ങളുടെ അമ്മയപ്പന്മാർ മാനസാന്തരപ്പെടുവാൻ കിടക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിര്.
ദൈവത്തിന് സ്തോത്രം. സ്വന്തം കുടുംബത്തെയും അതിനെയും കരുതാത്തവൻ വിശ്വാസം വിട്ട അഴലെഴുന്ന അധമന തുല്യരാകുന്നു തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, ദൈവം ഇതാരും എന്നോട് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ജീവിതകാലം മുഴുവൻ 1000 പേരെ 1000 മണിക്കൂർ തുടർമാനമായി പ്രാർത്ഥിച്ചാലും ഈ പറയുന്ന വ്യക്തികൾ മാനസാന്തരപ്പെടുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിക്കുകയോ നാണം അറിയുകയോ ചെയ്തിട്ടില്ല. ശരിയാണ്. അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും. ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 6-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ജ്ഞാനികൾ, യഹോവയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എങ്ങനെ? ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു. ജ്ഞാനികൾ ലജ്ജിച്ച് ഭ്രമിച്ച് പിടിപ്പെട്ടു പോകും. അവർ യഹോവയുടെ വചനം ധിക്കരിച്ചു കളഞ്ഞുവല്ലോ. അവർക്ക് എന്തോ ഒരു ജ്ഞാനമുള്ളൂ. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. തീരുന്നില്ല, തുടരുകയാണ്. ഈ വചനങ്ങളൊക്കെ ഇതുപോലെ പ്രവചിച്ചതുകൊണ്ട് യിരെമ്യാവിനെ അറസ്റ്റ് ചെയ്യുകയും കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കുകയും കിണറ്റിനകത്ത് ഇടുകയും കഷ്ടത്തിൻ്റെ കണ്ണുനീരും ഞെരുക്കത്തിൻ്റെ അപ്പവും ഒക്കെ കുടിപ്പാനും ഒക്കെ കൊടുത്തു. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നവർക്ക് എക്കാലത്തും തള്ളപ്പെടലുണ്ട്, ഒറ്റപ്പെടലുണ്ട്, ശിക്ഷകളുണ്ട്, കഷ്ടമുണ്ട്, പഞ്ഞമുണ്ട്, പട്ടിണിയുണ്ട്. എന്നാൽ കള്ളപ്രവാചകന്മാരായിരിക്കുന്നവർക്ക് ഉന്നതന്മാരോടുകൂടി ഇരിപ്പിടമുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഗൂഗിൾ പേ കിട്ടും. അവർക്ക് ആശിക്കാവുന്നതിലും അപ്പുറമായ നന്മകൾ കിട്ടും. അവർ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കും. എന്തെല്ലാം വേണമെങ്കിലും അവർക്ക് സാധിച്ചു കൊടുക്കും. കള്ളപ്രവാചകന്മാരുടെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്നു. പ്രവചിക്കുവാൻ ഞാൻ അവരെ അയച്ചിട്ടില്ല. പ്രവചിക്കണമെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടും ഇല്ല. എന്നാൽ ദൈവം അയച്ച പ്രവാചകന്മാരോടൊക്കെ ദൈവം കൽപ്പിച്ചിട്ടാണ് പോയി പ്രവചിച്ചത്. ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല എന്നിരിക്കെ ഇതാ യഹോവ ഇപ്പോൾ സംസാരിച്ച ശബ്ദമാണ് എന്ന് പറയുന്നത് കള്ളത്തരമല്ലേ? അവർ വ്യാജ ദർശനവും പ്രസന്നവാക്യവും ഇല്ലാത്ത കാര്യവും സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയും ജനത്തോട് പ്രവചിക്കുന്നു. അതുകൊണ്ട് യഹോവ പറയുകയാണ്, ഞാൻ അയക്കാതെ എൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഈ ദേശത്ത് വാളും ക്ഷാമവും ഉണ്ടാകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു. വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും ആ പ്രവാചകന്മാർ മുടിഞ്ഞു പോകും. അവരുടെ വചനം കേട്ട ജനമോ യെരൂശലേമിൻ്റെ വീഥികളിൽ ക്ഷാമവും വാളും ഹേതുവായിട്ട് വീണ് കിടക്കും. അവരെയും അവരുടെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും കുഴിച്ചിടുവാൻ പോലും ആരും ഉണ്ടാകയില്ല. ഇങ്ങനെ അവരുടെ ദുഷ്ടത അവരുടെ മേൽ പകരും. 14-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ഇത് കുരുവിള വർഗീസ് സ്വന്തമായി കോപം കൊണ്ട് പറയുന്നതല്ല, ദൈവവചനത്തോടുള്ള സ്നേഹം കൊണ്ടും ആ തീഷ്ണത കൊണ്ടും പറയുന്നത് മാത്രമാണ്. എന്നിട്ടും ജനങ്ങൾ മാനസാന്തരപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. യിരെമ്യാവിൻ്റെ പ്രവചനത്തിൻ്റെ അന്ത്യകാലത്ത് യിരെമ്യാവ് കാണെ തന്നെ താൻ പ്രവചിച്ച പ്രവചനത്തെ നിറവേറ്റിക്കൊണ്ട് ബാബേൽ രാജാവായിരുന്ന നെബൂഖദ്നേസർ തൻ്റെ സൈന്യാധിപനായിരുന്ന നെബൂസർദാനെ അയച്ച് യെരൂശലേം പട്ടണത്തെ ഇടിച്ചുടച്ച് ആലയത്തെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി അവരുടെ ജനത്തെ കൊല്ലുകയും ബാക്കി ശേഷിച്ച ഉന്നതന്മാരെ അടിമകളായി ചങ്ങലകളിട്ട് 400 മൈൽ 600 കിലോമീറ്റർ ദൂരമുള്ള ബാബേലിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു. ശേഷിച്ച് ജനം പട്ടണം ഇടിഞ്ഞും തീ വെച്ച് ചുട്ടും കിടക്കുന്നത് കണ്ട് ദുഃഖിച്ചെഴുതിയ ഭാഗമാണ് യിരെമ്യാ പ്രവചനത്തിൻ്റെ അടുത്ത പുസ്തകത്തിൽ, വിലാപങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇന്ന് മാനസാന്തരപ്പെട്ടാൽ നാളെ വിലപിക്കേണ്ടി വരികയില്ല. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അഗ്നിപ്പൊയ്കയിൽ കിടന്ന് വിലപിക്കേണ്ടി വരും. അവിടെ പല്ലുകടിയും കരച്ചിലും ഉണ്ടാകും. വളരെ ശ്രദ്ധിക്കുക. എന്നാൽ അനുസരിക്കുന്ന ജനമോ ദൈവസന്നിധിയിൽ നിത്യമായി സന്തോഷിക്കും. ദൈവജനവും യഹോവയുടെ പ്രവാചകന്മാരും എന്ത് ചെയ്യണം?
യഹോവ അരുളി ചെയ്തിരിക്കുന്ന യഹോവയുടെ വചനം അവരോട് പറയണം, ഈ ജനത്തോട് പറയണം. നമ്മുടെ കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുകണം. ഈ ജനത്തിൻ്റെ അനാത്മീയ പ്രവൃത്തികളും ദുർഗതികളും കണ്ട് അവരെക്കുറിച്ച് കണ്ണിൽ നിന്ന് രാവും പകലും ഇടവിടാതെ കണ്ണുനീർ ഒഴുക്കണം. 14:17. യിരെമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത്. ദയവ് ചെയ്ത് 9-ാം അധ്യായം 1-ാമത്തെ വാക്യവും 31-ാം അധ്യായം 16-ാമത്തെ വാക്യവും വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തിൻ്റെ 48 വാക്യങ്ങൾ വായിച്ചു കൊണ്ടാൽ ഉത്തമം ആയിരിക്കും. പഴയ നിയമ ലേവ്യ പുരോഹിത വിശ്വാസികൾ കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തിയിരുന്നു എന്ന് ദൈവപുത്രൻ അരുളി ചെയ്തിരിക്കുന്നു. സത്യം പ്രവചിച്ച പറഞ്ഞ ദൈവദൂതന്മാരെ ഇകഴ്ത്തുകയും ചെയ്തു. ഒരിക്കൽ കൂടെ പറയാം, പഴയ നിയമ ലേവ്യ പൗരോഹിത്യ ജനങ്ങൾ കള്ളപ്രവാചകന്മാരെ പുകഴ്ത്തിയിരുന്നുവെന്ന, ഇത് വേറെ ആരും പറയുന്നതല്ല, ദൈവപുത്രൻ പറഞ്ഞതാണ്. 400 സംവത്സരങ്ങൾക്ക് മുൻപ് നടന്ന കള്ളപ്രവാചകന്മാരെയൊക്കെ അവർ പുകഴ്ത്തിയിരുന്നു. 400 സംവത്സരങ്ങൾ കഴിഞ്ഞ് ദൈവപുത്രൻ പറയുകയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 6:26. ഈ അരുളപ്പാട് പുതിയ നിയമ രാജകീയ പുരോഹിത വംശജരാകുന്ന നമുക്കൊരു ബുദ്ധിയുപദേശമാണ്. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഉത്തമമായിരിക്കും. അതായത് നാം ചെയ്യുന്ന ഏതുവിധ ശുശ്രൂഷയും ആകട്ടെ, അതിൻ്റെ അനന്തരഫലമായി വരുന്ന വിജയത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നമ്മെ ആ ജനങ്ങൾ പുകഴ്ത്തുമ്പോൾ അതിൽ പുകഴരുത്, തങ്ങളെ തന്നെ താഴ്ത്തണം എന്നാണ് ദൈവപുത്രൻ പറഞ്ഞത്. കാരണം ഈ ശുശ്രൂഷകളൊന്നും സ്വയംകൃതമായി നമ്മൾ ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം മാത്രമാണ്. അതുകൊണ്ട് ദാനത്തെക്കുറിച്ച് പുകഴാതെ ദാതാവിനെ പുകഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം. പുതിയ നിയമകാലത്തുണ്ടായിരുന്ന ചില കള്ളപ്രവചനങ്ങളുടെ ഉദാഹരണം കൂടെ ഈ തരുണത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും. സമയം അതിക്രമിച്ചു പോകുന്നതുകൊണ്ട് ഈ വിഷയത്തിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ദൈവം അനുവദിച്ചാൽ തുടർന്നും ദൈവവചനം പഠിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവേ, ദൈവവചനം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ചും ആരാധിച്ചും സ്നേഹിച്ചും കൊണ്ടുപോകുന്നു. ഞങ്ങളെ തുടർന്ന് ശ്രോതാക്കളെയും ഇതിനനുസരിച്ച് ജീവിക്കുന്ന ദൈവഭക്തന്മാരായ ദൈവമക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണം. കള്ളപ്രവാചകന്മാരുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിൽ സത്യപ്രവാചകനാകുന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കുവാനും അങ്ങയുടെ ദാസന്മാരായി ജീവിപ്പാനും ഞങ്ങൾ കൃപയും ശക്തിയും ബലവും ആരോഗ്യവും ഒരിക്കൽ കൂടെ തരുമാറാകണമെന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.